എളയാവൂരിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകരാൻ കാരണം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. നിർമ്മാണത്തിൽ വിദഗ്ധ പരിശോധന അനിവാര്യമാണ്. പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കണമോ എന്ന കാര്യം വിശദമായി പരിശോധിക്കുമെന്നും മണ്ണിടിഞ്ഞ സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. എളയാവൂർ സൗത്തിൽ ദേശീയപാതയുടെ നിർമ്മാണ സ്ഥലത്ത് ഗുരുതരമായ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. നിർമ്മാണ സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. അതുണ്ടാകാത്തതാണ് സംരക്ഷണ ഭിത്തി തകരാൻ ഇടയാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. ഇതൊരു ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. ദേശീയപാതയിലെ എളയാവൂർ ഭാഗത്തുള്ള ഈ ഭിത്തിക്ക് വിള്ളലുണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി. ഇവിടെ സമീപവാസികൾക്കും അതിൻ്റെ പ്രയാസമുണ്ട്, ഭീഷണിയുണ്ട്. ഇത് നിർമ്മാണത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇത്രയും മണ്ണ് കുഴിച്ചെടുത്ത് നിർമ്മിക്കുമ്പോൾ അത് ചെളിമണ്ണാണ്. അതിൽ വേണ്ടത്ര നല്ല നിലയിലല്ല ഇത് നിർമ്മാണം നടപ്പിലാക്കിയിട്ടുള്ളത്. വളരെയേറെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട കാര്യമാണ്. കഴിഞ്ഞ വർഷവും ദേശീയപാതയിൽ പല സ്ഥലങ്ങളിലും ഇത്തരം വിഷയങ്ങളുണ്ടായി. അത് പരിഹരിക്കപ്പെട്ടില്ല എന്നതിന്റെ തെളിവാണ് എളയാവൂർ സൗത്തിൽ കാണുന്നത്. നിർമ്മാണത്തിലെ അപാകതകൾ സർക്കാർ പരിശോധിക്കും. ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം ദേശീയപാതയിലെ ഇങ്ങനെയുള്ള മണ്ണിടിച്ചിലും ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ അത് പരിഹരിക്കപ്പെടുമെന്ന് കരുതിയിരുന്നു. എന്നാൽ പരിഹരിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ കണ്ണൂരിലുണ്ടായിട്ടുള്ളത്. ഗൗരവത്തിൽ തന്നെ ഇക്കാര്യം ഗവൺമെൻറ് പരിശോധിക്കും. നിർമ്മാണത്തിലെ അപാകതകൾ, അതിൻ്റെ ഉത്തരവാദികൾ ആരെന്ന് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കും. നിർമ്മാണത്തിലെ ആസൂത്രണത്തിലും പാകപ്പിഴയുണ്ട്. കാരണം ഇത് വളരെ ഉയർന്നൊരു ഭിത്തിയാണ്. 17 മീറ്റർ ഉയരത്തിലാണ് ഇപ്പം കല്ല് കെട്ടിയിട്ടുള്ളത്. അതിൻ്റെ സൈഡും വളരെ ഫില്ല് ചെയ്യുന്നിടത്തൊക്കെ സൈഡ് ഫില്ല് ചെയ്യുന്നതിലും അപാകത വന്നിട്ടുണ്ട്. മണ്ണെടുപ്പിലും ശാസ്ത്രീയമല്ലാത്ത പ്രവൃത്തികൾ വന്നിട്ടുണ്ട്. അതാണ് ഒരു കാരണം. എളയാവൂർ സൗത്തിലെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമോ എന്ന കാര്യം പരിശോധിച്ച് തീരുമാനിക്കും. നിർമ്മാണത്തിലും ആസൂത്രണത്തിലും ഉണ്ടായ പാകപ്പിഴ ഒറ്റനോട്ടത്തിൽ തന്നെ കാണാനുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. കളക്ടർ പി വിഷ്ണുരാജിനൊപ്പം സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി സണ്ണി ജോസഫ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.